നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പടിയൂർ ഇരട്ട കൊലപാതകം നടന്നിട്ട് 4 ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതി പ്രേംകുമാർ ഇപ്പോഴും ഒളിവിൽ. ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കിയിട്ടും പ്രതി പിടികൂടാനാകാത്ത സാഹചര്യമാണുള്ളത്. സംഭവത്തിൽ പ്രതികരണവുമായി മരിച്ച രേഖയുടെ സഹോദരി സിന്ധു രംഗത്തെത്തി. രേഖയുടെയും പ്രേംകുമാറിന്റെയും കല്യാണം കഴിഞ്ഞ ശേഷമാണ് വീട്ടിൽ അറിയുന്നത് എന്നാണ് സിന്ധു പറഞ്ഞത്. എറണാകുളത്ത് വെച്ചായിരുന്നു രേഖ പ്രേംകുമാറിനെ പരിചയപ്പെട്ടത്. രേഖയെ ശാരീരിക ഉപദ്രവം ചെയ്തുവെന്നും സിന്ധു പറയുന്നുണ്ട്. ജോലിക്ക് പോകണ്ട എന്നും പറഞ്ഞായിരുന്നു ഫോൺ എടുത്ത് മാറ്റിവെക്കലും ശാരീരിക ഉപദ്രവവും. ജൂൺ 2-ന് പോലീസ് സ്റ്റേഷനിൽ രേഖയും പ്രേംകുമാറും പോയിരുന്നു. കൗൺസിലിംഗിന്റെ കാര്യം പോലീസ് നിർദ്ദേശിച്ചു. ജൂൺ 2-ന് വൈകുന്നേരം മുതൽ അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ലെന്നാണ് സിന്ധു പറയുന്നത്. പ്രേംകുമാർ ഒരു കൊലക്കേസിലെ പ്രതിയാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും പോലീസ് പറഞ്ഞപ്പോഴാണ് അറിയുന്നതെന്നുമാണ് സിന്ധു പറഞ്ഞത്. മുൻ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ. വിദ്യയെ കൊലപ്പെടുത്തി കാട്ടിൽ തള്ളിയ കേസിൽ ജയിൽവാസം അനുഭവിച്ച പ്രേംകുമാർ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു. ഇതിനിടെയാണ് നാടിനെ ഞെട്ടിച്ചു വീണ്ടും ഇരട്ട കൊലപാതകം നടത്തിയിരിക്കുന്നത്. ആദ്യ ബന്ധത്തിലെ മക്കളെ അനാഥരാക്കിയ നികൃഷ്ട ജന്മമായിരുന്നു പ്രേംകുമാർ. വിദ്യയുടെ മരണത്തിനും പ്രേംകുമാറിന്റെ ജയിൽവാസത്തിനും അപ്പുറം ഈ കൊലയുടെ യഥാർത്ഥ ഇര അവരുടെ ഇളയ മകനാവുകയായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ടാണ് അച്ഛനും അമ്മയും സഹോദരിയും അവൻ ഇല്ലാതായത്. കൊലപാതകം പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ പ്രേംകുമാർ മക്കളെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയിരുന്നു. പ്രേംകുമാറിന്റെ സ്വഭാവത്തിൽ പേടി തോന്നിയ 9ാം ക്ലാസ്സുകാരിയായിരുന്ന മൂത്തമകൾ സ്കൂൾ കൗൺസിലറോട് പരാതി പറഞ്ഞതോടെ കുട്ടികൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിലെത്തി. കമ്മിറ്റി പ്രേംകുമാറിന്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്തിയപ്പോൾ അവർ മകളെ മാത്രം ഏറ്റെടുത്തു. ബന്ധുക്കൾ കൈയൊഴിഞ്ഞ മകനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏൽപ്പിച്ച് വിദേശത്തേക്ക് കടക്കാനായിരുന്നു അന്ന് പ്രേംകുമാറിന്റെ നീക്കം. വിദേശത്ത് ജോലിക്ക് പോയി ഉടൻ വരാമെന്ന മകനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് സംരക്ഷണ കേന്ദ്രത്തിലാക്കാൻ വരുന്ന വഴിയായിരുന്നു പോലീസ് പിടിയിലായത്. കൺമുന്നിലുള്ള അച്ഛന്റെ അറസ്റ്റ് ആ 6ാം ക്ലാസ്സുകാരന് ഇരട്ടി ആഘാതമേൽക്കുകയായിരുന്നു. കാമുകിക്കൊപ്പം കഴിയുവാനായി ആദ്യ ഭാര്യ വിദ്യയെ ക്രൂരമായി കൊലപ്പെടുത്തി കാട്ടിൽ ഉപേക്ഷിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് 2ാം ഭാര്യയെയും അമ്മ മണിയെയും പ്രേംകുമാർ കൊലപ്പെടുത്തുന്നത്. 2019-ലാണ് കാമുകിയായ തിരുവനന്തപുരം വെള്ളറട അഞ്ചുമരം കാല വാലൻവിള സുനിത ബേബിക്കൊപ്പം ചേർന്ന ആദ്യ ഭാര്യ ചേർത്തല കഞ്ഞിക്കുഴി പുതിയപറമ്പ് സ്വദേശി വിദ്യയെ പ്രേംകുമാർ കൊലപ്പെടുത്തിയത്. 2019-ൽ നടന്ന കൊലപാതകം ഉദയംപേരൂർ വിദ്യാ കൊലക്കേസ് എന്ന പേരിൽ വൻ വിവാദമാവുകയായിരുന്നു. അന്ന് ഉദയംപേരൂർ നടക്കാവിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു പ്രേംകുമാറും ഭാര്യ വിദ്യയും. തിരുവനന്തപുരത്തെ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചവരായിരുന്നു പ്രേംകുമാറും സുനിതയും. സ്കൂളിൽ നടത്തിയ റീയൂണിയന് ശേഷം ഇരുവരും അടുപ്പത്തിലാവുകയായിരുന്നു. തുടർന്ന് സുനിത ഹൈദരാബാദിലെ ജോലി ഒഴിവാക്കി കടയ്ക്കലിലെ ആശുപത്രിയിൽ ചേർന്നു. പ്രേംകുമാറിന് തിരുവനന്തപുരം പേയാട് ഓഫീസുണ്ടായിരുന്നു. അതിനടുത്ത് ഇരുവരും ചേർന്ന് വീട് വാടകയ്ക്കെടുത്തു. ഇത് വിദ്യ അറിഞ്ഞതോടെയാണ് അവരെ ഒഴിവാക്കാനായി തീരുമാനിച്ചത്. തുടർന്ന് സെപ്റ്റംബർ 20-ന് പ്രേംകുമാർ വിദ്യയുടെ ഫോൺ എറണാകുളത്ത് നേത്രാവതി എക്സ്പ്രസ് ട്രെയിനിലെ കുപ്പത്തൊട്ടിയിലിട്ടു. പിന്നീട് ഉണ്ടാകുന്ന അന്വേഷണം വഴിതിരിച്ചുവിടാനായിരുന്നു ഈ ഒരു തന്ത്രം പ്രയോഗിച്ചത്. പിന്നീട് കഴുത്തിന് അസുഖമുള്ള വിദ്യയെ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. പ്രേംകുമാറിന്റെ പ്രേരണയിൽ അമിതമായി മദ്യപിച്ച വിദ്യ ബോധം കെട്ടുറങ്ങി. പുലർച്ചെ 2 മണിയോടെ കയർ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തി. മുകൾ നിലയിലുണ്ടായിരുന്ന സുനിത താഴെത്തി ഹൃദയമിടിപ്പ് പരിശോധിച്ച് മരണം ഉറപ്പാക്കി. മൃതദേഹം ശുചിമുറിയിലേക്ക് മാറ്റി. രാവിലെ സുനിത പതിവ് പോലെ ജോലിക്ക് പോയി. മൃതദേഹം മറവു ചെയ്യാനായി പ്രേംകുമാർ ഒരു സഹപാഠിയുടെ സഹായം തേടിയെങ്കിലും ഇത് ലഭിച്ചില്ല. മൃതദേഹം വൈകിട്ട് പ്രേമും സുനിതയും ചേർന്ന് കാറിൽ കൊണ്ടുപോയി. സുനിത പിൻസീറ്റിൽ മൃതദേഹത്തിന്റെ തോളിൽ കൈയിട്ടിരുന്നു. തിരുനെൽവേലി നാഗർകോവിൽ ദേശീയ പാതയിൽ രാധാപുരം നോർത്ത് വള്ളിയൂരിൽ ഏർപ്പാടി ഓവർബ്രിഡ്ജിന് സമീപത്തെ കുറ്റിക്കാട്ടിലായിരുന്നു തള്ളിയത്. ഇതിനുശേഷം വിദ്യയെ കാണാനില്ലെന്ന് സുനിതയ്ക്കൊപ്പം എത്തി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പിന്നീട് പ്രേംകുമാർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചതോടെയാണ് പോലീസിന് സംശയം തോന്നി വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തിയത്. തുടർന്ന് ഒളിവിൽ പോയ പ്രേംകുമാർ തന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ വാട്സാപ്പിലേക്ക് എനിക്ക് അവളെ കൊല്ലേണ്ടി വന്നു എന്ന ഒരു ശബ്ദ സന്ദേശം അയക്കുന്നു. ബഹ്റൈനിലേക്ക് കടക്കാൻ പ്രേംകുമാർ ടിക്കറ്റ് അടക്കം തയ്യാറാക്കിയിരുന്നെങ്കിലും മക്കളെ അനാഥാലയത്തിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വൈകിയതുകൊണ്ട് ഈ യാത്ര റദ്ദാക്കേണ്ടി വന്നു. പിന്നീട് മറ്റൊരു ദിവസം കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്തതിനു ശേഷം ബഹ്റൈനിലേക്ക് പോകാൻ പ്രതി ലക്ഷ്യമിട്ടെങ്കിലും അഡ്മിഷൻ എടുക്കാൻ അനാഥാലയത്തിൽ നിൽക്കുമ്പോൾ പോലീസ് എത്തി പിടികൂടുകയായിരുന്നു. ഹൈദരാബാദിൽ ജോലി ചെയ്തിരുന്ന സഹപാഠി സുനിതയെ സ്കൂൾ റീയൂണിയനിൽ പ്രേംകുമാർ വീണ്ടും കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയുമായിരുന്നു. ഒരുമിച്ച് ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സുനിതയും പ്രേംകുമാറും ചേർന്ന് വിദ്യയെ കൊലപ്പെടുത്തിയത്. സെപ്റ്റംബർ 20-ന് വിദ്യയുമായി വില്ലയിലെത്തിയ ശേഷം അമിതമായി മദ്യം നൽകി കഴുത്തിൽ കയറിട്ട് കുരുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീടാണ് ഈ വിദ്യയുടെ മൃതദേഹം കാറിൽ തിരുനെൽവേലിയിൽ എത്തിച്ച് ഉപേക്ഷിച്ചത്. ഇതിനുശേഷം ദിവ്യയെ കാണാനില്ലെന്ന് ഈ പ്രേംകുമാർ സുനിതയ്ക്കൊപ്പം തന്നെ എത്തി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രേംകുമാർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചതോടെയാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയതും ഇരുവരും പിടിയിലായതും. ഒട്ടേറെ സംശയങ്ങൾക്കും നിഗമനങ്ങൾക്കും ഒടുവിലാണ് ഉദയംപേരൂർ വിദ്യാ കൊലക്കേസിൽ ഭർത്താവ് പ്രേംകുമാറിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. മുൻകൂർ ജാമ്യാപേക്ഷ
ഉദയംപേരൂർ പോലീസിനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതി ഏറ്റവും ഒടുവിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ CV ജോസിന് ലഭിച്ച വാട്സാപ്പ് ശബ്ദ സന്ദേശം എന്നിവയാണ് പ്രേംകുമാറിനെ കുടുക്കിയത്. 2019 സെപ്റ്റംബർ 23-നാണ് ഭാര്യയെ കാണാനെന്ന പരാതിയുമായി ഇയാൾ ഉദയംപേരൂർ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അന്ന് കണ്ടനാട് പള്ളിയിൽ തർക്കം നടക്കുന്നതുകൊണ്ട് തന്നെ അഡീഷണൽ കമ്മീഷണറും DCPയും ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് സംഘമൊക്കെ സ്റ്റേഷനിലുണ്ടായിരുന്നു. CIയും സംഘവും ഒക്കെ പള്ളിയിലായിരുന്നു. സീനിയർ CPO CV ജോസിനാണ് ഈ പ്രേംകുമാർ പരാതി നൽകിയത്. വിദ്യയെ നേരത്തെ 4 തവണ കാണാതായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ തൽക്കാലം കേസെടുക്കേണ്ട എന്നാണ് ഈ പ്രേംകുമാർ പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അന്ന് തന്നെ ഈ പോലീസുകാർ കേസെടുത്തു. പിന്നീട് 2 ദിവസം കഴിഞ്ഞാണ് ഈ പ്രേംകുമാറിനെ മൊഴിയെടുക്കാനായി പോലീസ് വിളിപ്പിക്കുന്നത്. നവംബർ 1-ന് ഹാജരാകാമെന്ന് ഈ പ്രേംകുമാർ തന്നെ അറിയിക്കുകയായിരുന്നു. പക്ഷേ അന്ന് ഹാജരാകാത്തതിനെ തുടർന്ന് വീണ്ടും ഈ പോലീസ് വിളിപ്പിക്കുന്നു. പക്ഷേ താൻ ഹൈദരാബാദിലാണെന്നും നാട്ടിൽ വരുമ്പോൾ ഹാജരാകാമെന്നും പിന്നീട് വിശദീകരിക്കുന്നു. നാട്ടിലെത്തിയിട്ടും സ്റ്റേഷനിൽ ഇയാൾ വരാത്തതുകൊണ്ട് തന്നെ മൊഴി നൽകാൻ വരാത്തതുകൊണ്ട് തന്നെ പോലീസ് വീണ്ടും വിളിച്ചു. ഇതിനിടെയാണ് ഈ പ്രേംകുമാർ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. പ്രേംകുമാറിനെതിരെ പരാതിയൊന്നുമില്ലെന്ന് പക്ഷേ പോലീസ് തന്നെ കോടതിയെ അറിയിച്ചു. മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളുകയും ചെയ്തു. ഇതോടെ പ്രേംകുമാറിന് വിദ്യയുടെ തിരോധാനവുമായി ബന്ധമുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു. മൊഴി നൽകാൻ ആവശ്യപ്പെട്ട് പോലീസ് നിരന്തരം വിളിച്ചതോടെ പോലീസ് തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നതായി ഈ പ്രേംകുമാർ കമ്മീഷണർക്ക് പരാതി നൽകി. CIK ബാലൻ, CV ജോസ് എന്നിവർക്കെതിരെയായിരുന്നു അന്ന് പരാതി കൊടുത്തത്. പിന്നീട് CI ഇല്ലാത്ത നേരം നോക്കിയാണ് ഇയാൾ മൊഴി നൽകാൻ എത്തിയിരുന്നത്. ഇതും സംശയം ബലപ്പെടുത്തി. കൂടാതെ ഈ പ്രേംകുമാറിന്റെ ഫോണിൽ നിന്ന് SCPO ജോസിന്റെ ഫോണിലേക്ക് തനിക്ക് അവളെ കൊല്ലേണ്ടി വന്നു എന്ന വാട്സാപ്പ് ശബ്ദ സന്ദേശം വന്നു. ഇത് ഈ ഒരു അന്വേഷണത്തെ വഴിതെറ്റിക്കാനായി ഇയാൾ ചെയ്തതാണോ എന്നുള്ളൊരു സംശയമൊക്കെ ഉയർന്നിരുന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ ഈ പ്രേംകുമാറിനെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഉദയംപേരൂർ സ്വദേശിയായ വിദ്യയെ സെപ്റ്റംബർ 3-ന് തിരുവനന്തപുരം പേയാടുള്ള റിസോർട്ടിൽ എത്തിച്ചാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. വിദ്യയുമായി എത്തി ഒന്നിച്ചിരുന്ന് മദ്യപിച്ച ശേഷം കഴുത്തിൽ കയർ മുറുക്കി പ്രേംകുമാർ കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീടാണ് തന്റെ ഭാര്യയെ കാണാനില്ലെന്ന് ഇയാൾ പോലീസിൽ പരാതി നൽകിയത്. കാമുകിയുമായി ചേർന്ന് തന്നെയാണ് ഈ ഒരു കൊലപാതകം നടത്തിയതും പിന്നീട് ഈ മൃതദേഹം അതായത് ഈ ഒരു തെളിവ് മറയ്ക്കാനായി തമിഴ്നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കുകയും മറവ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. ആ സമയത്തൊക്കെ നഴ്സിംഗ് സൂപ്രണ്ടായി ജോലി ചെയ്യുകയായിരുന്നു ഈ സുനിത ജീവിതത്തിലേക്ക് വന്നതോടെയാണ് ഈ വിദ്യ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായി പ്രേംകുമാർ തക്കം പാർത്തിരുന്നത്. വിദ്യയ്ക്ക് ഈ ഒരു കൃത്യമൊക്കെ നടക്കുന്നതിന് മുൻപ് തന്നെ ഒരു വാഹന അപകടത്തിൽ പരിക്കേറ്റിരുന്നു. വിദ്യയ്ക്ക് അന്ന് കഴുത്തിനായിരുന്നു ഈ പരിക്കേറ്റിരുന്നത്. അപ്പോൾ ആയുർവേദ ചികിത്സയിലൂടെ ഈ കഴുത്തിനേറ്റ പരിക്ക് സുഖപ്പെടുത്താമെന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഈ പ്രേംകുമാർ വിദ്യയെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത്. തിരുവനന്തപുരത്ത് പേയാട് ഗ്രേസ് എന്നു പേരുള്ള വില്ല സുനിത നേരത്തെ തന്നെ ഈ ഒരു കൊലപാതകം നടത്താനായി വാടകയ്ക്ക് എടുക്കുകയായിരുന്നു. ഇവിടെ വെച്ചാണ് ഇരുവരും ചേർന്ന് വിദ്യയെ കൊലപ്പെടുത്തിയത്. ശേഷം മൃതദേഹം വാഹനത്തിൽ കയറ്റി തിരുനെൽവേലിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു. ഈ ഒരു സംഭവത്തിൽ അരങ്ങേറത് തമിഴ് സിനിമയായ 96 മോഡൽ പ്രണയവും ദൃശ്യ മോഡൽ കൊലപാതകവുമായിരുന്നു. രേഖയുടെ മാധവും മണിയെയും പ്രേംകുമാർ കൊലപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്. ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുരുഷ സുഹൃത്തുക്കളുമായുള്ള ചിത്രങ്ങളൊക്കെ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിലാണ് ഈ രേഖയുടെ മൃതദേഹം കണ്ടെത്തിയത്. കൂടെ തന്നെ ഇയാൾ ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ച് കുറിപ്പ് മൃതദേഹത്തിൽ വയ്ക്കുകയായിരുന്നു. വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു അമ്മയും മകളും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.